الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ഖുതുബകളിലൂടെ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ദിനചര്യകളിൽ അവൻ പാലിക്കേണ്ട മത നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വിശ്വാസികളായ എല്ലാ ആളുകളും അവരുടെ ഓരോ ദിവസങ്ങളിൽ മതവുമായി എത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കണം, നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്, അത്തരം കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത, വിട്ടുപോകാൻ പാടില്ലാത്ത, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ സഹോദരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു മനുഷ്യന് നൽകിയ വലിയൊരു നിഅമത്താണ് ഇസ്ലാം എന്നുള്ളത്. നമ്മുടെ ദീനിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോഴാണ് ഇസ്ലാമിൻ്റെ നിഅമത്ത് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അത് ഖുർആനിലെ ഏതൊരു വചനമെടുത്ത് നാം ആ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അത്ഭുതങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. കാരണം അള്ളാഹുവിൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. ആ മതം പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും മനുഷ്യൻ്റെ ജീവിതത്തിന് എത്രമാത്രം ആവശ്യമുണ്ട്, മനുഷ്യന് എത്രമാത്രം ആവശ്യമുള്ള കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 222 ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. സൂറത്തുൽ ബഖറയിലെ ഒരല്പം സുദീർഘമായ ആയത്തിൻ്റെ അവസാന വാചകങ്ങളാണത്. എന്താണ് അള്ളാഹു ഇതിൽ പറയുന്നത്? ഖുർആനിൽ പല സ്ഥലങ്ങളിലും അള്ളാഹു ഇന്നയാളുകളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു ചില ആളുകളെ ഇഷ്ടപ്പെടുന്നു, ഇന്ന സ്വഭാവക്കാരെ ഇഷ്ടപ്പെടുന്നു, അങ്ങനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ധാരാളം സ്ഥലങ്ങളുണ്ട് അതിൽ. അറബ് ലോകത്തൊരു പ്രസിദ്ധമായ ഗ്രന്ഥം തന്നെ വായിക്കാൻ സാധിക്കും. എന്താണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, അതേപോലെ അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങൾ എന്താണ്? വളരെ പ്രൗഢമായൊരു ഗ്രന്ഥമാണ്. അത് അറബിയിലുള്ള വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഓരോ കാര്യങ്ങൾ, ഖുർആനിൽ അള്ളാഹു ഇഷ്ടമാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ
ഇഷ്ടമാണ് എന്ന് പറഞ്ഞ സ്വഭാവങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ്. അത്തരം ഗ്രന്ഥങ്ങളിലൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടെ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ആയത്താണിത്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ. അള്ളാഹു തൗബ ചെയ്യുന്ന ആളുകളെയും ശുദ്ധിയുള്ളവരെയും അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ള രണ്ട് സ്വഭാവ ഗുണങ്ങൾ, മനുഷ്യൻ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അതിലൊന്നെന്താണ്? തൗബ ചെയ്യുന്നവരാണ്. നമ്മുടെ വിഷയം അതല്ല. അവസാനം പറയുന്ന വാചകം എന്താണ്? വ യുഹിബ്ബുൽ മുതതഹിരീൻ. ശുദ്ധി വരുത്തുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. നോക്കൂ, നിങ്ങൾ ശുദ്ധി വരുത്തുക എന്നുള്ളത് അതൊരു മതപരമായ നിയമത്തിൻ്റെ അപ്പുറം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തെ അവൻ കൊണ്ടു നടക്കേണ്ട ഒരു മര്യാദയാണ് ശുദ്ധിയോടുകൂടെ നടക്കുക എന്നുള്ളത്. എന്നാൽ ഇസ്ലാം അതിനെ വളരെ പ്രാധാന്യത്തോടു കൂടെയാണ് പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസ് സഹീഹ് മുസ്ലിമിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അത്തഹൂറു ഷത്റുൽ ഈമാൻ. അത്തഹൂറു ഷത്റുൽ ഈമാൻ. ശുദ്ധി ഈമാനിൻ്റെ പാതിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ശുദ്ധിക്ക് വലിയ പ്രാധാന്യം നൽകുന്ന മതമാണ് നമ്മുടെ മതം. യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന നിലയിൽ ഈ ശുദ്ധിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലുള്ള അശുദ്ധിയുണ്ട്. അതിലൊന്ന് ആത്മീയമായ അശുദ്ധിയാണ്, രണ്ട് ശാരീരികമായ അശുദ്ധിയാണ്. അപ്പം എന്താണ് ഈ ആത്മീയമായ അശുദ്ധി? വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിൽ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ മുശ്രികൂന നജസുൻ. സത്യവിശ്വാസികളെ, തീർച്ചയായും മുശ്രിക്കുകളായ ആളുകൾ നജസാണ്. നജസ് എന്ന് പറഞ്ഞാൽ എന്താ? മ്ലേച്ഛമാണ്, അശുദ്ധിയാണ്. നമുക്ക് നിങ്ങൾ ഒറ്റയടിക്ക് ആയത്തെടുത്താണ് നമ്മുടെ ഈ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന, പിന്നെ നമ്മളിത് ഓതിയാൽ പെട്ടെന്ന് എന്താ മനസ്സിലാക്കുക? മുസ്ലിങ്ങളൊക്കെ നജസാണ്, അവർ ശുദ്ധിയില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ശുദ്ധിയില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അർത്ഥം എന്താണ്? അവരെ തൊടാൻ പാടില്ല എന്ന, അവരോട് മിണ്ടാൻ പാടില്ല എന്ന അല്ല. അതാണ് ഇസ്ലാമിൽ രണ്ട് തരത്തിലുള്ള അശുദ്ധി ഉണ്ട് എന്ന് പറഞ്ഞത്. ഇസ്ലാമിലെ ഒന്നാമത്തെ അശുദ്ധി എന്ന് പറഞ്ഞാൽ ആത്മീയമായ ശുദ്ധിയും അശുദ്ധിയുമാണ്. ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്, മുശ്രിക്കുകളായ ആളുകൾ അവർ ആത്മീയമായി ശുദ്ധിയില്ലാത്ത ആൾക്കാരാണ്. എന്താണ് ഈ ആത്മീയമായ ശുദ്ധി? ഏതാണ്? അത് ഏകദൈവ വിശ്വാസമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച ആളുകൾ ശുദ്ധ പ്രകൃതിയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, ഈ ലോകത്തേക്ക് എല്ലാ മനുഷ്യരും പിറന്നു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്, തൗഹീദിലാണ്, ഒരു നല്ല മനസ്സോടുകൂടെയാണ്. പിന്നെ അവനെ യഹൂദിയാക്കുന്നത്, നസ്രാണിയാക്കുന്നത്, മതമില്ലാത്തവനാക്കുന്നത്, അതേപോലെ തന്നെ മജൂസിയാക്കുന്നതൊക്കെ അവൻ്റെ മാതാപിതാക്കളാണ്. അവൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലാണ് ഈ ശുദ്ധ പ്രകൃതിയിൽ നിന്ന് മനുഷ്യൻ വ്യതിചലിച്ചു പോകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം രണ്ട് തരത്തിലുള്ള അശുദ്ധിയുണ്ട്. ഒന്ന് ആത്മീയമായ ശുദ്ധിയാണ്, അത് തൗഹീദുള്ള ആളുകൾ. ഇപ്പം മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നബി അദ്ദേഹത്തെ അന്വേഷിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം നബിയുടെ മുമ്പിൽ വരാൻ മടിച്ചു. പിന്നീട് അദ്ദേഹത്തെ കണ്ടപ്പോൾ നബി ചോദിക്കുന്നുണ്ട്, അബൂ ഹുറൈറ, ഞാൻ നിന്നെ അന്വേഷിച്ചല്ലോ, നീ എൻ്റെ അടുക്കിലേക്ക് എന്തേ വരാഞ്ഞത്? അപ്പം അദ്ദേഹം പറഞ്ഞു, നബിയെ, ഞാൻ ജനാപത്തുകാരനാണ്, ഞാൻ ശുദ്ധി ഉണ്ടായിരുന്നില്ല, ശുദ്ധിയില്ലാത്ത അവസ്ഥയായിരുന്നു, അതുകൊണ്ട് തന്നെ നബിയുടെ അടുക്കിലേക്ക് വരുന്നതിന് ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഒരു വിശ്വാസി ഒരിക്കലും അശുദ്ധനാവുകയില്ല, ഒരിക്കലും അവൻ നജസാവുകയില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഒരു വിശ്വാസി അശുദ്ധനല്ല എന്ന് പറഞ്ഞാൽ അവൻ ആത്മീയമായ ശുദ്ധിയുള്ളവനാണ്. അതാണ് ഒന്നാമത്തെ ശുദ്ധിയും അശുദ്ധി. ആത്മീയമായ ശുദ്ധിയുണ്ട്, ആത്മീയമായ അശുദ്ധിയുണ്ട്. രണ്ടാമത്തെ വിഷയം എന്താണ്? ശാരീരികമായ ശുദ്ധിയാണ്. നമ്മുടെ വിഷയം അതാണ്, ശാരീരികമായ ശുദ്ധിയാണ്. എന്താണ് ഈ ശാരീരികമായ ശുദ്ധിയും അശുദ്ധിയും? എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത ഫിഖഹിലെ വിഷയം ത്വഹാറത്താണ്, ശുദ്ധീകരണമാണ്. നമ്മൾ തീരെ പഠിക്കാത്തതും നമ്മളിൽ പല ആളുകളും പരിശോധിക്കാത്തതുമായ വലിയൊരു മേഖലയാണ് ഏത്? ത്വഹാറത്തുമായ. ഇപ്പം ഫിഖഹിൻ്റെ ഏത് ഗ്രന്ഥം എടുത്താലും അതിൽ കിതാബു ത്വഹാറ, ശുദ്ധീകരണത്തിൻ്റെ ബാബായിരിക്കും ആദ്യം ഉണ്ടാകുക. എല്ലാ പണ്ഡിതന്മാരും, എല്ലാ ആളുകളും ആദ്യം പഠിപ്പിക്കുന്ന ഫിഖ്ഹുമായി ബന്ധപ്പെട്ട കിതാബു ത്വഹാറ, ശുദ്ധീകരണം. അറബ് ലോകത്തെ പണ്ഡിതന്മാരൊക്കെ അവർ ഒരു സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയില്ല, അവർ ആദ്യം തന്നെ ത്വഹാറത്തുമായി ബന്ധപ്പെട്ട കാര്യം അവർ വളരെ മൈന്യൂട്ടായ, വളരെ ചെറിയ കാര്യങ്ങളാണ് പറയാം. കാരണം അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ്. എന്തുകൊണ്ടാണ് വലിയ പേജുകൾ ഹൈദുമായി ബന്ധപ്പെട്ട, നിഫാസുമായി ബന്ധപ്പെട്ട, വുളൂഉമായി ബന്ധപ്പെട്ട, ജനാബത്തുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള ധാരാളം അശുദ്ധികളുണ്ട് ഇസ്ലാമിൽ.
ഇസ്ലാം പഠിപ്പിച്ച അശുദ്ധികളുണ്ട്. ഇപ്പം ഹൈലുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ നമ്മുടെ കാലത്തെ സ്ത്രീകൾ പോലും അതിനെ പൂർണ്ണമായി പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവരിൽ പല ആളുകളും ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്ത ആൾക്കാരാണ്. കാരണം അത് കിതാബുകളിലുണ്ട്, ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാനതിന് ആഴങ്ങളിലേക്ക് പോകല്ല. നമ്മളിവിടെ മനസ്സിലാക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യന് സംഭവിക്കുന്ന ശാരീരികമായ അശുദ്ധിയിലെ 2 അശുദ്ധികൾ പറഞ്ഞു തന്നു. ഒന്ന് കുളി നിർബന്ധമാകുന്ന അവസ്ഥയാണ്, മറ്റൊന്ന് വുളു നിർബന്ധമാകുന്ന അവസ്ഥയാണ്. കുളി നിർബന്ധമാകുന്ന അവസ്ഥ എന്താ? ജനാബത്തുള്ള അവസ്ഥയാണ്. ഒരു പ്രായപൂർത്തിയെത്തിയ മനുഷ്യൻ അവൻ ഒന്നുകിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിലൂടെ അല്ലെങ്കിൽ സ്വപ്നസ്ഖലനത്തിലൂടെ സ്ഖലനം സംഭവിച്ചാൽ അവൻ എന്ത് ചെയ്യണം? അവൻ കുളിക്കൽ നിർബന്ധമാണ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? സത്യസന്ധമായി നമ്മളൊരു പഠനം നടത്തിയാൽ പല ആളുകളും അതിൻ്റെ ശരിയായ രൂപം പഠിക്കാത്ത ആൾക്കാരാണ്. നമ്മൾ ആ ഒരു ജനാബത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ പഠിക്കണം, അതിൽ മടിയോ അലംഭാവൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീത്തുകൾ പരിശോധിക്കുമ്പോൾ ചില സ്ത്രീകൾ ചോദിച്ച ചോദ്യങ്ങളെ കുറിച്ചുള്ള വിശദീകരണങ്ങളുണ്ട്, പണ്ഡിതന്മാർ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. സ്വഹാബ വനിതകളുടെ ചോദ്യങ്ങൾ. അവർ മടി കൂടാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനാബത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കുളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചോദിക്കുക നമുക്ക് കാണാൻ പറ്റും. അപ്പം ദീന് പഠിക്കുന്ന മേഖലയിൽ, പറയുന്ന മേഖലയിൽ മടി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ദീനിന്റെ നിയമമാണ്. അപ്പം അതിൽ തന്നെ ഏറ്റവും വലിയ അശുദ്ധിയാണ് അഥവാ കുളി നിർബന്ധമാകുന്ന അവസ്ഥ. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തത് എന്താ? വുളു നിർബന്ധമാകുന്ന അവസ്ഥ. ചെറിയ അശുദ്ധി എന്ന് പറയാം. വുളു നിർബന്ധമാകുന്ന അവസ്ഥ. നമ്മൾ ഈ ദിനചര്യകളിലെ ദീൻ എന്ന് പറയുന്ന വിഷയത്തെ എടുക്കുമ്പോൾ അതിൽ നമ്മൾ വുളുവിനെ കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം എന്താ? ഒരു മനുഷ്യന്റെ നിത്യജീവിതത്തിൽ അവൻ പലതവണ ഈ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തേണ്ടവനാണ്. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തേണ്ട ആളുകളാണ്. അതുകൊണ്ട് അത് നമ്മൾ പഠിക്കണം, അതിൻ്റെ ശരിയായ രൂപം പഠിക്കണം. ഒരു ദിവസം പാപസുരക്ഷിതനാകാനും അതേപോലെ തന്നെ ആത്മീയമായ ഒരു ശുദ്ധി കൈവരിക്കാനും ലഭിക്കുന്ന ഏറ്റവും നല്ല അവസരമാണ് വുളു ചെയ്യുക എന്നുള്ളത്. അതിനങ്ങനെ നമ്മൾ കാണില്ല. നിസ്കരിക്കാൻ വുളു ചെയ്യണം എന്ന ഒരു കേവലം നിയമത്തിൻ്റെ അപ്പുറം ആ വുളുവിലൂടെ ഒരു വിശ്വാസി നേടിയെടുക്കേണ്ട കാര്യങ്ങൾ, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ വുളുവിൽ തന്നെ നിർബന്ധമായ ഘടകങ്ങളുണ്ട്. വുളു ചെയ്യുമ്പോൾ നിർബന്ധമായി ഒരാൾ ചെയ്യേണ്ട കാര്യം എന്താ? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹു ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. ഇതാണ് വുളുവുമായി ബന്ധപ്പെട്ട നിർബന്ധ ഘടകങ്ങൾ. ഇത്ര കാര്യങ്ങൾ ചെയ്താൽ ഒരാളുടെ വുളു ശരിയായി എന്നാണ്. ഇത് ശരിക്കും ചെയ്യണം. വുളുവിന്റെ പൂർത്തീകരണമല്ല ഇത്. വുളുവിലെ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്സലാ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് നിന്നാൽ, നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങിയാൽ എന്ത് ചെയ്യണം? ഫഗ്സിലു വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങൾ നിങ്ങൾ കഴുകണം. വഅയ്ദിയക്കും ഇലൽ മറാഫിഖി, നിങ്ങളുടെ കൈകൾ മുട്ടുൾപ്പെടെ നിങ്ങൾ കഴുകണം. വംസഹു ബിറുഊസിക്കും, നിങ്ങളുടെ തല നിങ്ങൾ തടവണം. വഅർജുലക്കും ഇലൽ കഅബൈൻ, കാലുകൾ ഞെരിയാണി ഉൾപ്പെടെ നിങ്ങൾ എന്ത് ചെയ്യണം? കഴുകണം. ഇതാണ് വുളുവിന്റെ നിർബന്ധമായ ഘടകങ്ങൾ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വുളുവിന്റെ പൂർണ്ണമായ രൂപം മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. നമ്മൾ പരിശോധിക്കേണ്ടതാണ്, നമ്മൾ വുളു ചെയ്യുന്നത് അത് ശരിയാണോ, പൂർണ്ണമായ വുളുവാണോ നമ്മൾ ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് ഓരോ വിശ്വാസിയും പരിശോധിക്കണം. നമ്മളൊരു പ്രശ്നം, നമ്മൾ ചെറിയ കുട്ടിക്കാലത്താണ് വുളുവൊക്കെ പഠിച്ചത്, നമ്മൾ മദ്രസയിൽ പഠിച്ചതാണ്, പിന്നെ അത് അന്ന് പഠിച്ചത് അതേപോലെ ഇങ്ങനെ ആവർത്തിച്ച് വരികയാണ്. ഒരു പരിശോധന പലപ്പോഴും മതത്തിൻ്റെ മേഖലയിൽ നമ്മൾ പഠിച്ചത് ശരിയാണോ എന്ന് പോലും പലരും നോക്കാൻ തയ്യാറാകുന്നില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നല്ല. നമ്മൾ ഏറ്റവും നന്നായി പഠിച്ചുകൊണ്ടിരിക്കേണ്ട എല്ലാ ദിനങ്ങളിലും പരിശോധന നടത്തേണ്ട മേഖലയാണ് മതപരമായി നമ്മൾ നേടിയ അറിവുകൾ അത് ശരിയാണോ എന്ന് എന്ത് ചെയ്യണം? പരിശോധിക്കണം. ഓരോ ദിവസവും പുതിയത് പഠിച്ചുകൊണ്ടിരിക്കണം. വ്യത്യസ്തമായ നമുക്കറിയാത്ത എത്രയോ അറിവുകൾ ലോകത്തുണ്ട്, മതപരമായ അറിവുകൾ. നമ്മുടെ ശ്രദ്ധയിൽ വരാത്ത ധാരാളം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ത്വാലിബുൽ ഇൽമാകണം. ഒരു മതവിദ്യാർത്ഥി, പണ്ഡിതന്മാർ പറയും കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ വലാ തകുൻ ഖാമിസന. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറഞ്ഞ വാചകം കുൻ ആലിമൻ, ഒന്നുകിൽ നീ ഒരു പണ്ഡിതനാകണം. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ നീ ഒരു വിദ്യാർത്ഥിയാകണം. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ, നിനക്ക് പണ്ഡിതനാകാൻ പറ്റുന്നില്ലേ, വിദ്യാർത്ഥിയാകാൻ പറ്റുന്നില്ലേ, ഔ മുസ്തമിഅൻ, നീ നല്ലൊരു ശ്രോതാവാകണം, നല്ലൊരു പഠിതാവാകണം.
എന്നിട്ട് അതിനും നിനക്ക് പറ്റുന്നില്ല, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിയൻ ഔ മുഹിബ്ബൻ, അതിനും നിനക്ക് പറ്റുന്നില്ല എങ്കിൽ പണ്ഡിതന്മാരെ, അതേപോലെ തന്നെ പഠിക്കുന്നവരെ, അറിവ് കേൾക്കുന്നവരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മുഹിബായിട്ടെങ്കിലും നീ മാറണം. വലാ തകുൻ ഖാമിസ, അഞ്ചാമതൊന്നും നീ ആകരുതെന്ന. അത്രമാത്രം പ്രാധാന്യം എന്തിനുണ്ട്? മതപഠനത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ പഠിക്കുന്ന ആൾക്കാരാകണം നമ്മൾ. കേവലം ഒരു വെള്ളിയാഴ്ച ഖുതുബ കേട്ട് പോകുന്നതിൻ്റെ അപ്പുറം എല്ലാ ദിവസങ്ങളിലും മതപരമായ അറിവുകൾ നേടിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വുളു ചെയ്യുമ്പോൾ നമുക്കറിയാം നിയ്യത്ത് ഉണ്ടാകണം. നിയ്യത്തില്ലാതെ ഒരു കർമ്മം സ്വീകാര്യമല്ല. വുളുവിന് നിയ്യത്തുണ്ട്. ആ വുളുവിൻ്റെ നിയ്യത്ത് അത് ചൊല്ലി പറയേണ്ട ആവശ്യമല്ല. നാവ് കൊണ്ട് നിയ്യത്ത് ഉച്ചരിക്കേണ്ടത് രണ്ടേ രണ്ട് സന്ദർഭങ്ങളിൽ മാത്രമാണ് നാവ് കൊണ്ട് നിയ്യത്ത് പറയേണ്ടത്. ശരിക്കും നിയ്യത്ത് എന്ന് പറഞ്ഞാൽ പറയാൻ പാടില്ല. നിയ്യത്ത് എന്താ? നവ എന്ന് പറഞ്ഞാൽ കരുതി എന്നാണ്. നബൈത്തു, ഞാൻ കരുതി എന്നാണ്. നോമ്പിന് ചില ആൾക്കാർ നിയ്യത്തൊക്കെ നബൈത്തു സൗമ ഗദിൻ. നബൈത്തു എന്ന് പറഞ്ഞാൽ ഞാൻ കരുതിയത് തന്നെ വിളിച്ചു പറയുന്നത്. ഇമാം നവവിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞ നിയ്യത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കുന്നത് ബിദഅത്താണെന്നാണ്. നിയ്യത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന ബിദഅത്താണെന്നാണ്. അപ്പൊ നിയ്യത്ത് എന്താ? വുദൂന് നിയ്യത്തുണ്ട്. ഞാൻ വുദൂ ചെയ്യുകയാണ്, ശുദ്ധി വരുത്തുകയാണ് എന്ന് ഒരാൾ മനസ്സിൽ കരുതുന്നതിനാണ് എന്ത് പറയാ? നിയ്യത്ത് എന്ന് പറയാം. ഞാൻ നമസ്കരിക്കുകയാണ് എന്ന ആ കരുതലിനാണ് നിയ്യത്ത്. നിയ്യത്തുണ്ടാകണം. നിയ്യത്തില്ലാതെ ഒരു അമലും സ്വീകാര്യമല്ല. അപ്പം നിയ്യത്തോടു കൂടെയാണ് എന്ത് ചെയ്യേണ്ടത്? വുദു എടുക്കേണ്ടത്. അതേപോലെ തന്നെ വുദു എടുക്കും നമുക്കറിയാം, ദന്തശുദ്ധീകരണം വരുത്തണം, നമ്മുടെ മുൻകൈകൾ കഴുകണം. കൈകൾ കഴുകുമ്പോൾ വിരലിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണം? വെള്ളം എത്തിയെന്ന് ഉറപ്പ് വരുത്തണം. പലരും ശ്രദ്ധിക്കാത്ത കാര്യമാണ് കൈ കഴുകുന്ന ആൾക്കാരും. മുൻകൈ കഴുകുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ വിരലും അതേപോലെ തന്നെ നമ്മുടെ ഈ വിരലിൻ്റെ ഈ ഭാഗങ്ങളിലുള്ള മടക്കുകൾ, വിരലിൻ്റെ ഈ എന്താ പറയുക, പൊട്ടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ മടക്കുകൾ, അവിടെയൊക്കെ വെള്ളം എത്തിയെന്ന് ഉറപ്പ് വരുത്തണം. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അതാണ് വുദൂഇന്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ മുട്ടിൻ കൈ കഴുകുമ്പോൾ നമ്മൾ കൈ അങ്ങനെ കഴുകി പോകും. നമ്മുടെ കൈ ശരിക്കും നേരെ നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ അടുത്ത് കുറേ മടക്കുകൾ ഉണ്ടാവും. അതിൽ പലതും വെള്ളത്തൂല. അപ്പോൾ വുദൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? കൈ നേരെ ഒന്ന് ഈ രീതിയിൽ പിടിച്ച് അവിടെ എല്ലാ സ്ഥലത്തും വെള്ളം എത്തിയെന്ന് ഉറപ്പ് വരുത്തണം. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ശുദ്ധീകരണത്തെ പൂർണ്ണമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. വുദൂവിൻ്റെ ശരിയായ രൂപം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിൽ പല ആൾക്കാരും കാണിക്കുന്ന ഒരു അബദ്ധം തല തടവുന്നതാണ്. തല തടവുന്ന വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് എന്താ? മസഹ ബിറഅസിഹി വഉദിനിഹി മസ്ഹതൻ വാഹിദ. മസ്ഹതൻ വാഹിദ. എന്താ ഈ വാഹിദ് എന്ന് പറഞ്ഞാൽ? ഒന്ന് എന്നർത്ഥം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തലയും ചെവിയും ഒരു തവണ തടവി എന്ന ഹദീസിലുള്ളത്. ഒരു തവണ തടവി എന്നുള്ള ഏത് കിതാബുകൾ പരിശോധിച്ചു സ്വഹീഹായ ഹദീസ് അതാണ്. തലയും ചെവി ഒരു തവണ തടവി എന്ന. 3 തവണ തടവി എന്ന് പറയുന്ന സ്വഹീഹായ ഒരു ഹദീസും ഇല്ല. നിങ്ങൾ പരിശോധിച്ചോളി. ഒരു പക്ഷേ 3 തവണ തടവുന്ന ആൾക്കാർ ഈ കൂട്ടത്തിൽ ഉണ്ടാകാം. അങ്ങനെ പഠിച്ചു വെച്ച ആൾക്കാരുണ്ടാകാം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറഞ്ഞത് അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച സ്വഹീഹായ ഹദീസിൽ 3 തവണ തടവിന്ന് കാണാൻ പറ്റൂല. അത് ഉറപ്പാണ്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉറപ്പ് വരുന്നത്? മിമ്പർമെന്ന് ഞാനിത് പറയുന്നത്. പരിശോധന നടത്തി പഠനം നടത്തിയിട്ട് അള്ളാഹിന്റെ റസൂല് കയറി നിന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച കൊടുത്ത മഹത്വം, ഖുതുബന്റെ മഹത്വം ഒക്കെ മനസ്സിലാക്കിയിട്ട് പറയുന്നത്. പ്രവാചകൻ പിന്നെ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? 3 തവണ. പല ആൾക്കാർ ഇവിടെ അങ്ങനെ തോണ്ടുക ചെയ്യുക, തലൻ്റെ ഇവിടെ അങ്ങനെ തോണ്ടുകയാണ്. അതന്നെ ശരിയല്ല. ശരിക്കും തല തടവ് പറഞ്ഞാൽ പൂർണ്ണമായി തടവണം എന്നാണ്. നമ്മുടെ തള്ളവിരലുകൾ ചെവിയിൽ വെച്ച് മുൻകൈ ഈ നെറ്റിയുടെ ഈ ഭാഗത്ത് നിന്ന് തുടങ്ങി പിറകിലേട്ട് കൊണ്ടുപോയി അതേപോലെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ്. അതാണ് തല തടവുന്ന രൂപം. അതാണ് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് സ്വഹാബികൾക്ക് നബി കാണിച്ച വുദൂവിന്റെ പൂർണ്ണമായ രൂപം കാണിച്ചു കൊടുക്കുന്ന ഹദീസ് ഉണ്ട് വുദൂവുമായി ബന്ധപ്പെട്ട്. അതേപോലെ തന്നെ ചെവി തടവുമ്പോൾ ചെവിയുടെ ഉള്ളും പുറവും തടവണം എന്നാണ്. ചെവിയുടെ ഉള്ളും തടവണം, പുറവും തടവണം. അതാണ് അതിൻ്റെ ശരിയായ രീതി. ഞാനൊരു ചെറിയ ഉദാഹരണം പറയും. നമ്മൾ വായിൽ വെള്ളം കൊപ്പളിക്കും, മൂക്ക് ചീറ്റണം. വായിൽ വെള്ളം കൊപ്പളിക്കും, മൂക്ക് ചീറ്റണം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ എങ്ങനെ നമ്മൾ ചീറ്റ? എങ്ങനെ? സാധാരണ ആൾക്കാർ വെള്ളം എടുക്കും, വലത്തെ കൈ കൊണ്ട് തന്നെ ചീറ്റും. ഹദീസിലുള്ള എന്താ അറിയോ? വായിൽ വെള്ളം എടുത്ത് നമ്മൾ മൂക്ക് ചീറ്റേണ്ടത് ഇടത് കൈ കൊണ്ടാണ്. വെള്ളം എടുത്തിട്ട് മൂക്ക് ചീറ്റാൻ ഉപയോഗിക്കേണ്ടത് ഇടത് കൈയാണ്. നമ്മൾ ഒറ്റ കൈ കൊണ്ടാണ് ചെയ്യുക. വളരെ ചെറിയ കാര്യമാണ്. ഇനി ഒരാൾ വലത് കൈ കൊണ്ട് തന്നെ ചീറ്റി, അയാൾ ഭയങ്കര ഹറാമ് ചെയ്തു എന്നല്ല അതിൻ്റെ അർത്ഥം. പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ചെയ്തത്? അങ്ങനെ എന്ത് ചെയ്യണം? നമ്മൾ വുദൂവിൻ്റെ പൂർണ്ണമായ രൂപം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. ഞാനതിൻ്റെ കൈഫിയത്ത് വിശദീകരിക്കാനല്ല, അതിൻ്റെ രൂപം എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. ശരിയായ രൂപം നമ്മൾ പഠിക്കണം. ധാരാളം ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾ ഇദാ തവല്ലഅൽ അബ്ദുൽ മുസ്ലിമു ഫഗസല വജ്ഹഹു ഖറജ മിൻ വജ്ഹിഹി കുല്ലു ഖതിഅത്തിൻ നദറ ഇലൈഹാ ബിഐനൈഹി മഅൽ മാന. ഒരു വിശ്വാസി വുദൂ എടുക്കുമ്പോൾ, ഇത് ശരിക്കും പഠിച്ചു വെച്ചെന്താ അറിയോ? ഒരു വിശ്വാസി വുദൂ എടുക്കുമ്പോൾ അയാൾ കൈ കഴുകി.
കൈ കഴുകിയിട്ട് ആ കൈയിൽ നിന്ന് അവൻ വുളു ചെയ്യാൻ ഉപയോഗിച്ച വെള്ളത്തിലെ അവസാനത്തെ ഉറ്റ് താഴേക്ക് വീഴുമ്പോൾ അവന്റെ കൈ കൊണ്ടവൻ ചെയ്ത എല്ലാ പാപങ്ങളും ഒലിച്ചു പോകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അവൻ മുഖം കഴുകുമ്പോൾ ആ മുഖത്ത് നിന്ന് അവസാനത്തെ തുള്ളി വെള്ളം താഴെ കുറ്റുന്നതോടുകൂടെ മുഖം കൊണ്ട് ചെയ്ത പാപങ്ങൾ അല്ലാഹു കഴുകിക്കളയും. അങ്ങനെ ഓരോ അവയവങ്ങളും വുളു ചെയ്താൽ കിട്ടുന്ന മഹത്വം എത്ര. ഇത് മനസ്സിലാക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ വുളു ചെയ്യാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ഉമ്മത്തി യുദ്ഔന യൗമൽ ഖിയാമ ഗുർറൻ മുഹജ്ജലീന മിൻ അഥരിൽ വുളു. നാളെ പരലോകത്ത് എൻ്റെ ഉമ്മത്ത് അന്ത്യനാളിൽ വുളുവിന്റെ അടയാളവും പിന്നെ മുഖവും കൈകളും തിളങ്ങുന്നവരായി വിളിക്കപ്പെടുന്ന, അഥവാ മുഖവും കൈയൊക്കെ കഴുകുന്ന ആൾക്കാർ ആ വുളുവിന്റെ അടയാളങ്ങളാൽ അവരെ പരലോകത്ത് വിളിക്കപ്പെടും. പരലോകത്ത് മനുഷ്യന്മാർ നഫ്സി നഫ്സി എന്നൊക്കെ പറഞ്ഞു ഓടുന്ന രംഗത്ത് ഈ വുളുവിന്റെ അടയാളങ്ങളാൽ അവർ വിളിക്കപ്പെടുന്നു. വുളുവിന് പ്രാധാന്യമുണ്ട്, വുളുവിന് പ്രത്യേകത ഉണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ എന്ത് വേണം, വുളു പൂർണ്ണമായി പഠിക്കാനും അതിൻ്റെ ശരിയായ രീതിയിൽ വുളു എടുക്കാനും വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വുളുവിൽ സംഭവിക്കുന്ന ഒരൊറ്റ അബദ്ധം പറയാം, ധാരാളം അബദ്ധം. ഉദാഹരണത്തിന് പിന്നെ അവയവങ്ങൾ പൂർണ്ണമായി കഴുകാതിരിക്കാതെ അബദ്ധമാണ്. നമ്മൾ പഠിക്കണം ഏതൊക്കെ കഴുകണം. അതേപോലെ തന്നെ അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളം അമിതമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, പാഴാക്കാൻ പാടില്ല. അത് നല്ലോണം പഠിക്കണം നമ്മൾ. ഞാൻ ഈ ഹുത്തുബക്ക് വേണ്ടി ചെറിയൊരു പഠനം നടത്തി നോക്കി. കാരണം നമ്മളൊക്കെ പള്ളികളിൽ നിന്നാണ് ഇപ്പോൾ വുളു എടുക്കാറുള്ളത്. പല ആൾക്കാർ പള്ളിയിൽ നിന്നാണ് വുളു എടുക്കുക. ഈ പള്ളിയിൽ നിന്ന് വുളു എടുക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ എത്ര വെള്ളം കളയും എന്ന ഒരു പഠനം ഈ കഴിഞ്ഞ ഹുത്തുബ കഴിഞ്ഞ് ഈ ഹുത്തുബക്ക് വേണ്ടി റെഡിയാകുമ്പോൾ ഒന്ന് പല മേഖലകളിലൂടെ പല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തി നോക്കിയപ്പോൾ ആ പഠനത്തിന്റെ ഫലമായി എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുദ്ദ് വെള്ളം കൊണ്ടാണ് വുളു എടുത്തത്. ശരിക്കും പഠിച്ചോളി നിങ്ങൾ, ഒരു മുദ്ദ് വെള്ളം കൊണ്ടാണ്. ഒരു മുദ്ദ് ഇറങ്ങനെ ഒരു കൈ കൊണ്ടുള്ള ഒരു കോരല് ഏകദേശം 650 അല്ലെങ്കിൽ 750 മില്ലി വെള്ളം ഉണ്ടാകും. അള്ളാന്റെ റസൂല് വുളു എടുക്കാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളത്തിന്റെ അളവാണത്. മനസ്സിലായില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സാധാരണയായി ഒരാൾ ടാപ്പ് അടക്കാതെ, നമ്മൾ പൈപ്പ് തുറന്ന് ടാപ്പ് അടക്കാതെ തുടർച്ചയായി നമ്മൾ വുളു പൂർത്തിയാക്കാൻ ഏകദേശം 1.5 ഒരു 1.5 മിനിറ്റ് സമയം അല്ലെങ്കിൽ 2 മിനിറ്റ് സമയമാണ് എടുക്കുക. ഈ 2 മിനിറ്റ് സമയം കൊണ്ട് ഒരു പൈപ്പിൽ നിന്ന് പോകുന്ന വെള്ളത്തിനോ നമ്മുടെ സാധാരണ പള്ളിയിലെ അതേപോലെ വാഷ് ബേസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ 6 മുതൽ 12 ലിറ്റർ വെള്ളം വരെ എന്ത് ചെയ്യും, ആ സമയം കൊണ്ട് പുറത്തേക്ക് പോകുന്നതാണ്. 6 മുതൽ 12 വരെ ലിറ്റർ വെള്ളം. അള്ളാന്റെ റസൂല് 650 അല്ലെങ്കിൽ 750 മില്ലി വെള്ളം കൊണ്ട് വുളു ചെയ്തു. നമ്മൾ 6 മുതൽ 12 ലിറ്റർ വരെ, മനസ്സിലായില്ലേ, വെള്ളം ഉപയോഗിക്കുകയാണ്. ഇത് പഠിച്ച ആൾക്കാർ പറയുന്നത് പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ 650 മുതൽ 750 മില്ലി ആണ് എങ്കിൽ നമ്മൾ 6 മുതൽ 12 അല്ലെങ്കിൽ 15 പറഞ്ഞ ആൾക്കാരുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1 ലിറ്ററിൽ താഴെ വെള്ളം കൊണ്ട് വുളു ചെയ്തപ്പോൾ അതിൻ്റെ 15 ഇരട്ടിയോളം വെള്ളമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ ഉപയോഗിക്കുന്നത്. നമ്മളെ പള്ളിയിൽ ഏകദേശം 200 ആൾ ജുമാക്ക് വരുന്നത് കുട്ടിയൊക്കെ ഞങ്ങൾ ഒരു 200 ആൾ ജുമാക്ക് വരുന്നുണ്ടെങ്കിൽ ആ 200 ആളുകൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ കണക്ക് എത്രയ്ക്കാറ്, എത്ര ലിറ്റർ ഉണ്ടാകും, എത്ര വെള്ളം നമ്മൾ അനാവശ്യമായി കളയുന്നുണ്ടാകും. ഇത് വുളുവിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, സ്ത്രീകൾ പാത്രം കഴുകുമ്പോൾ ശ്രദ്ധിക്കണം. മിതത്തെ എല്ലാ സ്ഥലത്തും വേണം. വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, ലോകത്തുള്ള ഏത് രാജ്യവും അവരുടെ സമ്പത്തിൻ്റെ വലിയ ഒരു സമ്പത്ത് ഇനി മാറ്റിവെക്കാൻ പോകണമെന്തിനറിയോ? ഇന്ന് പ്രതിരോധ വകുപ്പാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ സമ്പത്തിൻ്റെ വലിയൊരു ഭാഗം മാറ്റിവെക്കുന്നതിനാ, പ്രതിരോധത്തിനാണ്, രാജ്യത്തെ പ്രതിരോധിക്കാനാണ്, രാജ്യത്തിന് നേരെ വരുന്ന അക്രമികളെ പ്രതിരോധിക്കാനാണ്, യുദ്ധത്തിന്, വിമാനം വാങ്ങാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് എല്ലാ രാജ്യങ്ങളും. എന്നാൽ വരും കാലഘട്ടങ്ങളിൽ ഓരോ രാജ്യവും അവരുടെ സമ്പത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് മാറ്റിവെക്കാൻ പോകുന്നത് ആ രാജ്യത്തുള്ള ജലസ്രോതസ്സുകൾ പിന്നെ സംരക്ഷിക്കാനായിരിക്കുന്നതാണ്. വെള്ളം കിട്ടാത്തൊരവസ്ഥ വരുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. മനസ്സിലായില്ല? അതാണ് ഇന്നത്തെ അവസ്ഥ. ഇപ്പം നമുക്ക് ഇപ്പം തന്നെ നോക്കിയാൽ അറിയാം, മഴയുടെ അളവ് കുറവാണ്, ആൾക്കാർക്ക് പേടിയുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കണക്ക് പിന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിൽ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു ഒരു കണക്കനുസരിച്ചാണ് അതൊക്കെ ചെയ്യാം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ മിതത്വം പാലിക്കുന്ന ആളുകളാകണം. വുളുവിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വുളു പൂർണ്ണമായി എടുത്ത് എല്ലാ ദിവസവും വുളു എടുക്കുമ്പോൾ ആ വുളുവിലൂടെ ലഭിക്കേണ്ട എല്ലാ നേട്ടങ്ങളും നേടിയെടുക്കാൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദി അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം
വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വുദുവിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും നമുക്കറിയാം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വുദു നിർബന്ധമായ കർമ്മങ്ങളുണ്ട്. വുദു നിർബന്ധമായ കർമ്മങ്ങൾ, അതിലൊന്ന് നമസ്കാരമാണ്. നിസ്കരിക്കണമെങ്കിൽ വുദു നിർബന്ധമാണ്. നമസ്കാരത്തിൽ വുദു നഷ്ടമായാൽ നമസ്കാരം ആദ്യം മുതൽ മടക്കി നിർവഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഖ്ബലു സ്വലാ, നമസ്കാരം സ്വീകാര്യമല്ല ബിഗൈരി തുഹൂരിൻ, ശുദ്ധിയില്ലാതെ, ശുദ്ധിയോടുകൂടെ അല്ലാതെ, വുദു ഇല്ലാതെ. ലാ സ്വലാത്ത ലിമൻ ലാ വുദുഅ ലഹു, മറ്റൊരു ഹദീസാണ്. വുദു ഇല്ലാത്തവന് നിസ്കാരമല്ല. അപ്പോൾ നിസ്കരിക്കണമെങ്കിൽ വുദു നിർബന്ധമാണ്, എല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ കാര്യം, കഅബ തവാഫ് ചെയ്യണമെങ്കിൽ വുദു നിർബന്ധമാണ്. കഅബ തവാഫ് ചെയ്യണമെങ്കിൽ ഏത് തവാഫ്? ഹജ്ജിനും ഉംറയ്ക്കൊക്കെ നമ്മൾ തവാഫ് ചെയ്യും. ആ തവാഫ് ചെയ്യാൻ വുദു ഷർത്താണ്, നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? വുദു ഉണ്ട്. വുദു നഷ്ടമായാലോ? വുദു നഷ്ടമായാൽ അയാൾ വീണ്ടും വുദു എടുത്ത് എവിടെയാണോ എത്തിയത്, ഇപ്പോൾ 4ാമത്തെ തവാഫിലാണ് എങ്കിൽ അയാൾ ബാക്കി പൂർത്തിയാക്കുക. 4ൻ്റെ ബാക്കി 5, 6, 7 പൂർത്തിയാക്കുക. എത്രാമത്തതിലാണോ നഷ്ടമായത് അതിൻ്റെ ബാക്കി പൂർത്തി. രണ്ടഭിപ്രായമുണ്ട്. തുടക്കം മുതൽ ചെയ്യണമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ചില പണ്ഡിതന്മാർ ആദ്യം മുതൽ ചെയ്യണമെന്ന് പറയും. കാരണം അവർ പറഞ്ഞത് വുദു തവാഫ് നമസ്കാരം പോലുള്ളൊരു ഇബാദത്താണെന്നാണ്. എന്നാൽ ആ അഭിപ്രായത്തിൽ പ്രശ്നമുണ്ട്. കാരണം നിസ്കാരം പോലുള്ളൊരു ഇബാദത്തല്ല. നിസ്കാരത്തിൽ വർത്തമാനം പറയാൻ പറ്റില്ല. നിസ്കാരത്തിൽ നമ്മൾ ഫോൺ വന്നാൽ ഫോൺ എടുത്തിട്ട് ഞാൻ നിസ്കാരത്തിലാണ് നമ്മൾ പറയില്ല. തവാഫ് ചെയ്യുമ്പോൾ ഫോണിൽ എന്ത് ചെയ്യും? നമുക്ക് സംസാരിക്കാം. അപ്പം നിസ്കാരം പോലൊരു ഇബാദത്താണ്. ഒരു ഇബാദത്താണ് എന്നുള്ള കാര്യത്തിൽ ഓക്കെയാണ്. പക്ഷെ എന്തല്ല, നമസ്കാരത്തിന് അതേ രീതിയിലാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് ഏറ്റവും പ്രബലമായ അഭിപ്രായം, ഏത് തവാഫിലാണോ, എത്രാമത്തെ ചുറ്റലിലാണോ വുദു നഷ്ടമായത് അതിൻ്റെ ബാക്കി നിർവഹിച്ചു, അതാണ് ശരിയായ അഭിപ്രായം. മൂന്നാമത്തെ വിഷയം എന്താ? വിശുദ്ധ ഖുർആൻ സ്പർശിക്കാൻ വുദു വേണം. വിശുദ്ധ ഖുർആൻ സ്പർശിക്കാൻ വുദു വേണം. പ്രത്യേകം മനസ്സിലാക്കണം ആ പ്രയോഗം, വിശുദ്ധ ഖുർആൻ സ്പർശിക്കാൻ ഞാൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനോ വുദു നല്ലതാണ്. ഖുർആൻ ഓതാൻ വുദു ഏറ്റവും നല്ലതാണ്. എന്നാൽ വുദു ഇല്ലാതെ ഖുർആൻ ഓതാൻ പറ്റുമോ? ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർക്കിടയിൽ വലിയ വിശാലമായ ചർച്ചകൾ നടന്നൊരു മേഖലയാണ്. ഈ വുദുവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ പറയാതെ പോകാൻ പാടില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അതിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള മേഖലയാണ്. ഒരു ഹൈലിൻ്റെ പീരീഡിൽ, മെൻസസ് പീരീഡിൽ അവർ ഖുർആൻ ഓതാൻ പറ്റുമോ? ഖുർആൻ ഓതാം പ്രശ്നമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് ലാ യമസ്സുഹു ഇല്ലൽ മുത്തഖറൂൻ, സൂറത്തുൽ വാഖിയയിൽ ശുദ്ധിയോടുകൂടെ പരിശുദ്ധരായവരല്ലാതെ ഖുർആൻ സ്പർശിക്കുകയില്ല എന്നാണ്. അപ്പോൾ ഏറ്റവും അഫ്ളൽ എന്താ? ഏറ്റവും നല്ലത് എന്താ? ഖുർആൻ തൊടണമെങ്കിൽ, ഖുർആൻ ഓതണമെങ്കിൽ ശുദ്ധിയോടുകൂടെ ഓതുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായ രീതി. അതിലാർക്കും തർക്കമല്ല, അഭിപ്രായ വ്യത്യാസമല്ല. എന്നാൽ ശുദ്ധിയില്ലാത്ത സന്ദർഭങ്ങളിൽ ഖുർആൻ ഓതാൻ പറ്റുമോ? അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു. പ്രത്യേകിച്ച് ഒരു വിദ്യാർത്ഥി, ഒരു മതം പഠിക്കുന്ന, ദീന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി, അവളുടെ ഹൈലിൻ്റെ പീരീഡിൽ, മെൻസസ് പീരീഡിൽ അവരൊക്കെ ഖുർആൻ പഠിക്കുക, തഫ്സീർ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവർ ഖുർആൻ നേരിട്ട് സ്പർശിക്കാതെ കയ്യുറ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ധരിച്ചിട്ട് എന്ത് ചെയ്യുക, അവർക്ക് ഖുർആൻ പഠിക്കുക, ഓതുക. അതേപോലെ മനസ്സിലുള്ളത് ഓതുന്നതിന് തടസ്സമല്ല. അങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഏറ്റവും അഫ്ളലായ രീതി എന്താ? ശുദ്ധിയോടുകൂടെ തന്നെ ഖുർആൻ സ്പർശിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തവാഫ്, നമസ്കാരം, ഖുർആൻ പാരായണം, ഖുർആൻ സ്പർശിക്കുക, ഈ കാര്യങ്ങൾക്ക് വുദു എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമായി പഠിപ്പിച്ച കാര്യമാണ്. അതിലെ ഖുർആൻ പാരായണത്തിന് എന്തുണ്ട്? ചില ഇളവുകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വുദു സുന്നത്തായ സ്ഥലങ്ങളാണ്. ഒന്ന് നമ്മൾ പറഞ്ഞു, ഖുർആൻ വായിക്കാൻ, അതേപോലെ തന്നെ ദിക്റുകളും പ്രാർത്ഥിക്കുന്ന സമയത്ത് വുദു എടുക്കുക എന്നുള്ളത് സുന്നത്താണ്. അതേപോലെ പ്രവാചകൻ പഠിപ്പിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്ത് ചെയ്യണം? വുദു ചെയ്യണം. നമ്മൾ മുമ്പത്തെ ഖുതുബയിൽ നമ്മളത് പറഞ്ഞതാണ്. ജനാബത്തുകാരൻ ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എന്ത് ചെയ്യണം? വുദു എടുക്കൽ സുന്നത്താണ്. ഒരാൾ ജനാബത്തുകാരനാണ്, അയാൾ ജനാബത്ത് കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് വീണ്ടും വുദു എടുക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. ഒരാൾക്ക് ദേഷ്യം വന്നാൽ ആ ദേഷ്യം മാറാനുള്ള മരുന്നാണ് വുദു എടുക്കുക. വേറെയും മരുന്നുകളുണ്ട്, അതിലൊന്നാണ് വുദു എടുക്കുക എന്നുള്ളത്. അതേപോലെ പ്രവാചക തിരുമേനി പറഞ്ഞു, എപ്പോഴും വുദുവോടുകൂടെ ജീവിക്കുക. അതാണ് ബിലാൽ റളിയല്ലാഹുവിന്റെ സംഭവം. എപ്പോൾ അശുദ്ധി വന്നു അപ്പം എന്ത് ചെയ്യുക? വുദു എടുക്കുക. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. അത് സുന്നത്തായ കാര്യമാണ്, ശുദ്ധിയോടുകൂടെ നടക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട വളരെ ചെറിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അതിലെന്തൊക്കെ അബദ്ധം വരുന്നുണ്ട് എന്ന് എന്ത് ചെയ്യുക? ഞാനും നിങ്ങൾ പരിശോധിക്കുക. എന്നിട്ട് ആ അബദ്ധങ്ങൾ തിരുത്തി ഒരു പൂർണ്ണമായ വുദുവിനെ കുറിച്ചൊന്ന് പഠിക്കാൻ, അത് പൂർണ്ണമായി മനസ്സിലാക്കാൻ നമ്മൾ മനസ്സ് കാണിക്കണം, നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദിനചര്യകളിൽ നാം പ്രാവർത്തികമാക്കേണ്ട വുദുവിനെ നന്നായി പഠിക്കാനും മനസ്സിലാക്കാനും അബദ്ധങ്ങളില്ലാതെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽ വുദു പൂർത്തീകരണത്തോടുകൂടെ നിർവഹിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന സഹോദരങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നല്ല ജോലി നൽകി അവരെയും അവരുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്, നമ്മുടെ സഹോദരികളുണ്ട്. അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ വന്നൊരു മരണവാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമ്മുടെ ആദർശ സഹോദരൻ CK അഷ്റഫ് എന്ന സഹോദരൻ മരണപ്പെട്ടു എന്ന വിവരം ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം, ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.